ഹലോ, വെൽക്കം ബാക്ക്. മഴയൊക്കെ എങ്ങനെയുണ്ട്? ഗോവയിൽ നല്ല മഴയാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് കല്ലുവിൻ്റെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ഫ്രൈഡേ കല്ലുവിന് ഹോളിഡേ ആയിരുന്നു. പ്രോഗ്രാമൊക്കെ നടക്കുന്നത് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് അവരുടെ സ്കൂളിൽ ഗ്രേറ്റ് ലീഡേഴ്സ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കല്ലുവിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും ഏട്ടനും കൂടിയിട്ടാണ് കല്ലുവിനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കല്ലുവിന് റെഡിയാക്കണം. അപ്പോൾ കല്ലുവിന് കഴിക്കുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റേ ഉള്ളൂ. അപ്പോൾ നീർദോശയും മുട്ടക്കറിയും കല്ലുവിന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് കല്ലിൻ്റെ ടിഫിൻ ബോക്സിലൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം പിന്നെ കല്ലുവിനെ കുളിപ്പിച്ച് കൊടുക്കാനൊക്കെ പോയി. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആയതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ കല്ലുവിന് മലയാളി മങ്കയായിട്ടാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് ടോപ്പിക്ക് റെപ്രസെൻറ്റ് ദ സ്റ്റേറ്റ് എന്നായിരുന്നു. ഇപ്രാവശ്യം ഗ്രേറ്റ് ലീഡേഴ്സാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഞാൻ കാണിച്ചു തരാം, ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അന്ന് അത്യാവശ്യം സമയം ഒരുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ പെട്ടെന്ന് തന്നെ കഴിയും. പിന്നെ ഞങ്ങൾക്കൊരു തൊപ്പിയുടെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ എന്ത് ചെയ്തു, ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതും തലേ ദിവസം ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ലേറ്റായി. 12 മണിക്കൊക്കെ ഇരുന്നിട്ടാണ് ഈ തൊപ്പിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതും കിട്ടിയപ്പോൾ പിന്നെ ഏകദേശം ഓക്കെ ആയി, എല്ലാം സെറ്റായി. പിന്നെ ഡ്രസ്സ് ഓൾറെഡി കല്ലുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അച്ചുവിൻ്റെ ഡ്രസ്സാണ്. അച്ചു ചെറുപ്പത്തിൽ അച്ചുവിന് ടൈറ്റായിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ അത് റിട്ടേൺ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു വർഷിച്ചി. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് മുൻപ് വരുമ്പോൾ കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുന്നതാണ്. എന്തായാലും ഈ ഒരു സമയത്ത് അത് ഉപകാരമായി. പിന്നെ അത് മാത്രമല്ല, കല്ലുവിന് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ജലദോഷവും ചുമയൊക്കെ ആയിട്ട് തീരെ വയ്യ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അന്നും തലേ ദിവസമൊക്കെ ആയിട്ടാണ് കുറച്ച് കൂടുതലായിട്ട് ചുമയും ജലദോഷവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വരെ വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു. പിന്നെ പെട്ടെന്ന് ഒന്നും കൂടി ചുമയൊക്കെ കൂടി. പിന്നെ ഞാൻ 2-3 ലൈൻ നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ട് പറയാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തലേ ദിവസമൊക്കെ ഞാൻ പറയാൻ പറഞ്ഞപ്പോൾ ആൾക്ക് തീരെ വയ്യ. അപ്പോൾ പിന്നെ കൂടുതലൊന്നും ഞാൻ സ്ട്രെയിൻ ചെയ്യിപ്പിച്ചില്ല, കാരണം സൗണ്ടും ഒക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. എന്തായാലും റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം പറയിപ്പിച്ചു കേട്ടോ. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കാര്യമായിട്ട് റെഡി ആവാനൊന്നുമില്ല, എന്നാലും ഉള്ളത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബാഡ്ജും പിന്നെ ഒരു റോസ് പൂവും വെച്ച് കൊടുത്തു. ഈ കോമ്പറ്റീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ വന്നത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. പക്ഷേ കല്ലിന് ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കാരണം കൂടുതൽ ഒരുങ്ങാനൊന്നുമില്ലല്ലോ. ശരിക്കും കല്ലിന് നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉള്ള ഇതൊക്കെയാണ് ഇഷ്ടം. ഒരുങ്ങാനൊക്കെ നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഇത് എന്തായിരിക്കും എന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, കൂടുതൽ ഇതാണെങ്കിൽ കുർത്തയും കയ്യിലുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡ്രസ്സുകൾക്കായിട്ട് ഇവിടെ നമ്മൾ എവിടെ കിട്ടുക എന്നുള്ളതൊക്കെ അന്വേഷിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ സമയമെടുക്കും. പിന്നെ ഇതിന് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിക്കാനും ഉണ്ടല്ലോ. അപ്പോൾ ആളെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണം പഠിപ്പിച്ചു കൊടുക്കാമല്ലോ എന്നും വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഒന്നിലേക്കും പിന്നെ പോവാതിരുന്നത്. അത് കല്ലുവിൻ്റെ മുഖം നോക്കിയാൽ കല്ലുവിന് തീരെ കണ്ട് ഇഷ്ടപ്പെടുന്നില്ല, കാരണം മേക്കപ്പൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കൂടുതലൊന്നും. അപ്പോൾ ആളൊന്ന് ശരിയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുത്തു. കല്ലൊന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ റോസ് പൂവൊക്കെ എടുത്ത് കുത്തി കൊടുത്തത്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ തന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, പോണി ടൈൽ കെട്ടി പിന്നെ ക്യാപ്പ് വയ്ക്കുന്നതല്ലേ, അപ്പോൾ വേറെ ഹെയർ സ്റ്റൈലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. മുടിയൊക്കെ കെട്ടിയതിന് ശേഷം ലാസ്റ്റ് കുറേ മുടികൾ എത്താതെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സ്ലൈഡൊക്കെ എടുത്തിട്ട് എല്ലാ സൈഡിലും കുത്തി കൊടുത്തു. പിന്നെ ക്യാപ്പ് വെച്ചതിന് ശേഷം നമുക്ക് കാണുന്ന കുറച്ച് ഹെയറിൽ ഞാൻ പൗഡറൊക്കെ വെച്ച് നരച്ച മുടിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ലാസ്റ്റ് സ്റ്റേജായിരുന്നു. അപ്പോൾ ഇവിടുന്ന് വെച്ച് പോയാൽ അത് സ്കൂളിൽ എത്തുമ്പോഴേക്കും പോകും. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് പൗഡറൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് കയറ്റി കൊടുക്കുമ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ പുരുകൊക്കെ ഒന്ന് നന്നായിട്ട് കറുപ്പിച്ച് കൊടുത്തു. അപ്പോൾ കല്ലിന് വേണ്ടിയിട്ട് 2 ക്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കാരണം പേപ്പർ ആയതുകൊണ്ട് കീറി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് എക്സ്ട്രാ ഉണ്ടാക്കിയത്. അപ്പോൾ ഏട്ടനാണ് കേട്ടോ ക്യാപ്പൊക്കെ ഉണ്ടാക്കി തന്നത്. അത് ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം
രാത്രിയാണ് ഉണ്ടാക്കിയത്. അതും തലേ ദിവസം ഒരു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് 12 മണിക്ക് ശേഷമാണ് ഇത് ഇരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഏട്ടാ അത് നല്ല രീതിക്ക് തന്നെ ചെയ്തു തന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടാം കേട്ടോ. ഇടാം. കല്ലിൻ്റെ മേക്കപ്പൊക്കെ കണ്ടിട്ട് ഒരുമാതിരിയായിരുന്നു. കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അപ്പോൾ പൊട്ടെണ്ണം കണ്ണെഴുതണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വാശി പിടിച്ചു. റെഡിയാവൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം കല്ലിനെ കൊണ്ട് റിഹേഴ്സലൊക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ. Good morning, teachers and my dear friends. My name is Jawaharlal Nehru. I born on 1918, Mayan, number 40. I am the first Prime Minister of India. I am a freedom fighter. I like children very much. They call me Chachaji. They hear. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ വർഷം, അതായത് കല്ലൂർ നഴ്സറിയിൽ പഠിക്കുന്ന സമയത്ത് കോമ്പറ്റീഷന് മലയാളി മങ്കയായിട്ടായിരുന്നു. അപ്പോൾ ഇത് ചാച്ചാജിയുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായ കുടിക്കുന്ന ചാച്ചാജി. ഞങ്ങള് രണ്ടുപേരും കൂടിയിട്ടാണ് കല്ലിനെ കൊണ്ടാക്കാൻ ഞാനും ഏട്ടനും കൂടി പോയി. പിന്നെ പ്രോഗ്രാം കഴിയുന്നത് വരെ അവിടെ നിൽക്കാൻ പറ്റില്ല, നമ്മൾ പുറത്ത് നിൽക്കേണ്ടി വരും. എന്നിട്ട് ഞാൻ പോയിട്ടാണ് വിളിച്ചു കൊടുക്കുന്നത്. സ്കൂളിൽ പോകുന്നതിന് മുൻപ് താഴെ വന്നിട്ട് ഞാൻ കല്ലിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം. അപ്പോൾ കല്ലിനെ വിളിക്കാൻ പോവാണ്. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ നോർമൽ ടൈം തന്നെയാണ് ഇന്നും, 12 മണി വരെ. അപ്പോൾ പോയി വന്നിട്ട് കാണാം. അല്ലേടാ പോവാ. അപ്പം ഞങ്ങൾ എത്തി ഗൈസ്. ഇവിടെ വന്ന് കല്ലു നന്നായി പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു നോക്കാം. വാ. പ്രോഗ്രാമൊക്കെ കല്ലു പറഞ്ഞു. കപ്പടിച്ചോ? ക്ലാപ്പ് അടിച്ചു അല്ലേ? ഓക്കെ. ചുമ ഉണ്ടായിരുന്നു കല്ലിന്, നല്ല ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ കല്ല് എന്തായാലും ഇവിടുന്ന് നമുക്ക് നന്നായി പറയുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് എന്താ പറഞ്ഞതെന്നൊന്നും അറിയില്ല. ഇനിയപ്പോൾ അടുത്ത വീഡിയോ കാണാം.